കുക്കിംഗ് ബാസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട പൊരിച്ചതാണെങ്കിലോ, ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മുട്ട പൊരിച്ചത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 3 ടീസ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഒരു സബോള ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത്, നീളത്തിലാണ്, നടുവേ മുറിച്ചിട്ട് ഒന്നും കൂടി ചെറുതാക്കിയത്, ഒരിടത്തര സബോള, നമുക്ക് വഴറ്റുന്ന സബോളയിലേക്ക് ഒരു വറ്റൽമുളക്, പിന്നെ ഇതുപോലെ ഒരു വലുതും ഒരു ചെറിയതും, പിന്നെ ഇപ്പം എരിവ് കൂടുതലുള്ളവർക്ക് ഈ ഒരെണ്ണം ഇട്ടാൽ മതി, എരിവ് കുറച്ചും കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ചെറിയ ഒരെണ്ണം കൂടെ ഇടാം. വറ്റൽമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, 6 അല്ലി വെളുത്തുള്ളി. ഈ 3 സാധനങ്ങളൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകണ്ട, ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോള ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, വറ്റൽമുളക്, കുരുമുളക് മുഴുവനോടെ ചതച്ചത് ചേർക്കാം. വളരെ ഈസിയാണെന്നേ, ഇതിന് വലിയ അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പരിപാടി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ലാസ്റ്റ് മുട്ടയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കൂടി പോകുമെന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ഏതായാലും മുട്ടയ്ക്കകത്ത് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സബോളയും മുളകും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട ഞാൻ പൊട്ടിച്ച് ഒന്ന് ഇളക്കി ഒഴിക്കുക. ഉടച്ചതാണ്, മുഴുവനോടെയല്ല, ഉടച്ചത്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് ചിക്കി പൊരിക്കാം. ഉടനെ തന്നെ നന്നായിട്ടങ്ങ് ഇളക്കാം. ലോ ഫ്ലെയിമിലായിപ്പോഴേ പിന്നെ ഇതിൻ്റെ വലിപ്പം തീരെ പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ നന്നായിട്ട് ഇളക്കി വിടണം. കുറച്ച് കഷ്ണം പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇളക്കിയാൽ മതി. വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ള മുട്ട പൊരിച്ചതല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവോ കുരുമുളകിൻ്റെ അളവോ ഒക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, അപ്പോൾ അത് കൂട്ടിയാൽ മതി. ഇനി നോർമലായിട്ടാണെങ്കിൽ ഈ അളവിൽ തന്നെ പോകാം. പിന്നെ ഉപ്പിൻ്റെ കാര്യത്തിൽ മുട്ട ഉടച്ചതിനകത്ത് ഞാൻ ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് ഒരു മയ ഉപ്പും കൂടെ ചേർക്കാം. ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഉപ്പ് കൂടുതലായി പോകത്തേ ഉള്ളൂ. മുട്ടയുടെ കൂട്ടത്തിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. അന്നേരം ഇത് റെഡിയായി കഴിയുമ്പോൾ ഉപ്പുമയം ഉണ്ടായിരിക്കും. ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഫുൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തണുപ്പിച്ച് കഴിച്ചാൽ ശരിയാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ.
ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതല്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.